ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ വിശേഷങ്ങളൊക്കെ സ്വാഗതം. കാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല ഇപ്പോൾ അഞ്ജലിക്ക്. പത്മയെ കണ്ടെത്തി എന്നുള്ളൊരു സന്തോഷ വാർത്ത വീട്ടിൽ എല്ലാവരെയും അറിയിക്കാനായിട്ട് ഓടിക്കിതച്ചെത്തിയ അഞ്ജലിയെ കാത്തിരുന്നത് വലിയൊരു ദുരന്തമായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വീട്ടിലെത്തിയപ്പോൾ അഞ്ജലി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നത്. നമ്മുടെ അഞ്ജലി അർജുനെ വിവാഹം കഴിച്ചു എന്നുള്ളൊരു സത്യമെന്ന് അനുപമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവം സത്യമാകല്ലേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അഞ്ജലിയുടെ അച്ഛനും അമ്മയും എല്ലാവരും കാത്തിരുന്നത്. പക്ഷെ അതൊരു സത്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായതാണ്. ഒരിക്കലും അവർ ചതിച്ച് അഞ്ജലി ചെയ്തൊരു കാര്യമല്ല അത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് അവരെ കൺവിൻസ് ചെയ്യുക, അത് പറയുക എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അവരറിയാതെ ഇത് സംഭവിച്ചു പോയി. അപ്പോൾ ആ ഒരു ഷോക്കിൽ ശ്യാമളാമ്മ ഒരുപാട് വേദനിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ അഞ്ജലിയെ. അവരുടെ വിഷമവും സങ്കടവും ദേഷ്യവും എല്ലാം അഞ്ജലിയുടെ മേത്ത് തീർക്കുകയാണ്. ഇത് ഭാഗല്ലേ അറിഞ്ഞു കൊടുത്ത് നീ വീട്ടിൽ നിന്ന് കയറണ്ട, നീ ഇനി വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണം ഇവിടെ നടക്കും, ഞങ്ങൾ തൂങ്ങിച്ചാകും, ഞങ്ങൾ ചത്തു കളയും. ഇങ്ങനെ കിടന്നിട്ട് അഞ്ജലിയെ ഒരുപാട് വേദനിപ്പിക്കുകയാണ്. അഞ്ജലിക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയില്ല. ഈ ഒരു അവസ്ഥയിലൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴും എന്തെങ്കിലും പറഞ്ഞാൽ അവരത് വിശ്വസിക്കില്ല. അവരുടെ മനസ്സൊന്ന് കുറച്ചെങ്കിലും തണുക്കാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് കേട്ടോ കാര്യങ്ങളുള്ളത്. ആര്യയ്ക്കും ആകെ ഷോക്കഡായിപ്പോയി. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആര്യയോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ച് അനുകൂലമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. എന്താണെങ്കിലും ഇന്ന് വന്ന പ്രൊമോയിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രൊമോയിൽ ആദ്യം കാണുന്ന സീൻ എന്ന് പറയുന്നത് അർജുനോട് അനുഭവം പറയുകയാണ്. എപ്പോഴും എല്ലാ കാലത്തും എല്ലാം അങ്ങനെ ഒളിച്ചു വെക്കാനായിട്ട് പറ്റില്ല അർജുൻ. ചില കാര്യങ്ങളെല്ലാം ഒളിച്ചു വന്നത് പുറത്ത് വരും, പുറത്ത് വരിക തന്നെ ചെയ്യും. ഇങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് അർജുന് ചില സംശയങ്ങൾ തോന്നുന്നുണ്ടാവും. അനുപമ ഈ ഒരു സംഭവം അറിഞ്ഞു, അഞ്ജലിയുടെ വീട്ടിൽ പോയി പറഞ്ഞു, ഇങ്ങനൊരു സംശയം നമ്മുടെ അർജുന് തോന്നും. അതാണ് നമ്മൾ വീക്കെൻഡ് പ്രൊമോയിൽ കണ്ടത്. നമ്മുടെ അഞ്ജലി മഴയത്ത് ഇരുന്ന് നനയുമ്പോൾ കൂടെ നമ്മുടെ അർജുനും കൂടി വരുന്നതും കൂടെ ഒരുമിച്ചിരുന്ന് കരഞ്ഞുകൊണ്ട് ആ മഴയത്തിരിക്കുന്നതും. എന്താണെങ്കിലും അനുപമ കാര്യങ്ങൾ അറിഞ്ഞു, വീട്ടിൽ പോയി പറഞ്ഞു എന്ന് അർജുന് അങ്ങനെയായിരിക്കും സംശയങ്ങൾ തോന്നുന്നത് അനുപമ ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കുമ്പോൾ കേട്ടോ. എന്താണെങ്കിലും രണ്ടാമത് കണ്ട സീന് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു സീനാണ്. ആ ഒരു സമയത്ത് അഞ്ജലിയെ ഇറക്കി വിടുന്ന ഒരു സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു, മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ മഴയത്ത് അഞ്ജലിക്ക് എങ്ങോട്ട് പോകാനായിട്ട് പറ്റും ഈ ഒരു രാത്രിയിൽ? അതുകൊണ്ട് അഞ്ജലി അവിടെ ഇരുന്ന് നനയാണ് കേട്ടോ. എത്രയൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം മകളല്ലേ. അപ്പോൾ ഇത് കണ്ട് ശ്യാമളാമ്മ വീട്ടിൻ്റെ അകത്തിരുന്ന് പുറത്തേക്ക് നോക്കി നെഞ്ചു പൊട്ടി കരയുന്ന ഒരു സീനും കൂടെ പുറമേൽ കാണാം കേട്ടോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡ് കുറച്ചധികം വേദന നമ്മൾ സഹിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്താണെങ്കിലും നല്ലൊരു പ്രൊമോ തന്നെയാണ് കേട്ടോ വന്നത്. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇന്ന് ഇടാനൊന്നും പറ്റിയില്ല, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു, അതുകൊണ്ടാണ് ഇടാൻ പറ്റായിരുന്നത്. പിന്നെ കുറച്ചധികം ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ പൊതുവെ വ്യൂസൊക്കെ കുറവാണ്. എന്തോ ഒരു സംഭവം ഉണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും നാളെ എപ്പിസോഡിൻ്റെ റിവ്യൂസും കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭ രാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.